ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. ഞാൻ നമ്മളെ കുട്ടിപ്പട്ടാങ്ങളെ എല്ലാം കൂട്ടിയിട്ട് ചുഴലിയിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് പൃഥ്വിയേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിയേട്ടന് ഞാൻ ചെറിയൊരു സർപ്രൈസ് കൊടുത്തതാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഞാൻ എൻ്റെ പുതിയ താലിമാല വാങ്ങിയിട്ടില്ലേ, അതാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ പൃഥ്വിയേട്ടന് കൊടുത്തത്. അപ്പം മാലയാണെന്ന് വിചാരിച്ചാൽ പൃഥ്വിയേട്ടൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഞാനൊരു ചെയിനാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത്. വെള്ളീൻ്റെ ഒരു ചെയിനില്ലേ, ചെറിയൊരു ചെയിൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിന്. കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഒന്ന് വാങ്ങിക്കൊടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ ഒന്ന് നോക്കി പഠിപ്പിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, പിന്നെ ഈ പൈസ ഇല്ലാത്ത സമയത്ത് എന്തിനാണ് ഇത് വാങ്ങിനി എന്നുള്ള രീതിയിൽ നോക്കി പഠിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. ഓരോ ബർത്ത്ഡേക്കും ഓരോ ആനിവേഴ്സറിക്കും ഞാനിങ്ങനെ വാങ്ങണം എന്ന് വിചാരിക്കും. പക്ഷേ നേരം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇതിപ്പം ഞാനെന്ന് പറഞ്ഞില്ലേ, മാല ആക്കിയിട്ട് കുറച്ച് പൈസ ബാക്കി എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പൃഥ്വിയേട്ടന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് വാങ്ങിക്കൊടുത്തു കേട്ടോ. ഡെയിലി ഒന്നും ഇടാൻ പറ്റൂല. പൃഥ്വിയേട്ടൻ പെയിൻറ്റിൻ്റെ പണിക്ക് പോകുമ്പം പെയിൻറ്റെല്ലാം ഇട്ടിട്ട് അത് മോശമായി പോവും. എന്നാലും എപ്പോഴെങ്കിലും എല്ലാം ഇടാമല്ലോ, എന്തെങ്കിലും പരിപാടിക്കെല്ലാം പോകുമ്പം ഇടാമല്ലോ. അങ്ങനെ അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം തീർത്തതാണ് കേട്ടോ. പണ്ടിങ്ങനെ സിൽവറിൻ്റെ ഈ ഫാൻസി എന്നെല്ലാം വാങ്ങിയിടലുണ്ടായിന്. പിന്നെ അതേപോലെ നമ്മളെ ഹാൻഡ് ബാഗെല്ലാം ഉണ്ടാവില്ലേ, ചില ഹാൻഡ് ബാഗിന് ഈ സിൽവർ കളർ ചെയിൻ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ചെയിനെല്ലാം കട്ട് ചെയ്തിട്ട് പൃഥ്വിയേട്ടൻ കൈക്കിടലുണ്ടായിരുന്നു കേട്ടോ. അന്നേരം എനിക്ക് തോന്നിയൊരാഗ്രഹമാണ് എന്തായാലും എപ്പോഴായാലും പൃഥ്വിയേട്ടന് ഒരു സിൽവർ ചെയിൻ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും ഇതാ ഞാൻ ചെയിൻ പൃഥ്വിയേട്ടന് കൈക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ കുറേ പറയുന്നുണ്ട് കേട്ടോ, മേൺ ചെയിൻ എന്തിനാ ഇത് വാങ്ങിയിനി, എത്ര പൈസ ആയിനി എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്ട് വെച്ചിട്ടാണ് ഉണ്ടായിന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ എന്നിട്ടാകുമ്പോൾ എന്താ ചെയ്തു, നമ്മളെ താലിമാല ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായിന്. അപ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു അത് പൃഥ്വിയേട്ടനെ കൊണ്ട് തന്നെ കഴുത്തിൽ ഇടിയിപ്പിക്കണം എന്നുള്ളത്. എന്താ വെച്ചാൽ അതിന് ഞാനൊരു കുഞ്ഞി താലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പൃഥ്വിയേട്ടൻ തന്നെ ഇട്ട് തരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ പൃഥ്വിയേട്ടനെ കൊണ്ട് തന്നെ ഇടിയിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കൊളുത്ത് വെച്ചിട്ടൊന്നുമില്ലേ, അങ്ങനെ തന്നെ കഴുത്തിലേക്ക് കൂടി ഇടാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ ഇട്ട് തന്നോന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഇതാ നോക്കി അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാല ഇടുമ്പം പിള്ളേരെ വക ബേക്കിൽ നിന്ന് കമൻറ്റ് പറയുന്നുണ്ട്, പാപ്പ സിന്ദൂരം വേണോ ആൻറ്റിക്ക് വെച്ചെടുക്കാൻ. നോർമലി നമ്മൾ താലി കെട്ടി കഴിയുമ്പോൾ സിന്ദൂരം വെച്ചെടുക്കുമല്ലോ, അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു സിന്ദൂരെല്ലാം ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേർ ചുറ്റും നിന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ മാലയെല്ലാം ഇട്ടെന്നു. നേരെ കഴുത്തിൽ കിടക്കുന്നത് ഒരു റോൾഡ് ഗോൾഡിൻ്റെ മാലയാണ്. പിന്നെ അതെൻ്റെ കഴുത്തിന് പറ്റുന്നില്ല കേട്ടോ. അത് ഇട്ടിട്ട് എൻ്റെ കഴുത്ത് ഭയങ്കരമായിട്ട് കറുപ്പ് കളർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും പിന്നെ അത് ഊരിക്കളഞ്ഞു. ഇത് പുതിയത് വാങ്ങുന്നത് വരെ ഇടാണ്ട് നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു റോൾഡ് ഗോൾഡിൻ്റെ മാല വാങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ പൃഥ്വിയേട്ടൻ അപ്പാട് പറയുകയാണ് മറ്റേത് ഊരിക്കള, അതുമാത്രം ഇട്ടാൽ മതിയെന്ന്. അങ്ങനെ എന്തായാലും മാലയെല്ലാം ഇട്ടു. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ പോവാൻ ഇറങ്ങുവാണ് കേട്ടോ ചുഴലിയിലേക്ക്. പൃഥ്വിയേട്ടൻ കാറും എടുത്തിട്ട് കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ അനുവിന് വരാൻ പറ്റില്ല, അനുവിനെ ട്യൂഷന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അനുവിന് ലീവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അനു വരുന്നില്ല. ബാക്കി എല്ലാവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട്. ചേച്ചി വേറെ എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അനുവിന് വരാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ എങ്ങനെയും ലീവാക്കാൻ പറ്റൂല കേട്ടോ, അങ്ങനത്തെ സാഹചര്യമായിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളോളെ കൂട്ടാണ്ട് പോകാമെന്ന് കേട്ടോ. പൃഥ്വിയേട്ടൻ കുറേ പറഞ്ഞിട്ടുണ്ട് അതിനെ ലീവാക്കിക്കോന്ന്. പക്ഷേ ട്യൂഷൻ സെൻറ്ററിൽ സ്ട്രിക്റ്റാണ്, അതുകൊണ്ട് ലീവാക്കാൻ പറ്റില്ല. അപ്പോൾ അനു ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ സച്ചുവിന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഓനിങ്ങനെ ആടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് പോകുമ്പോൾ ഇതാ ഒരു പൊട്ടലങ്ക് പൊട്ടിയിട്ടുണ്ടായിനെ. കരഞ്ഞോണ്ടാണ് കേട്ടോ പോയത്. എന്താ വെച്ചാൽ അവർ രണ്ടാളും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അനുവും സച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിയാണ്. ഫുൾ ടൈം അവർ തന്നെയാണ് ഒരുമിച്ചുണ്ടാവുക, കളിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ എല്ലാം. അപ്പോൾ അനു നമ്മളെ യാത്രയാക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അനുവിനെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് പോയേ ആൻറ്റി എന്നും പറഞ്ഞിട്ട് എന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ സച്ചു മുന്നിൽ പോയി, അനു ഇങ്ങനെ ബേക്കിലും വരുന്നുണ്ട്. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അമ്മമ്മ അപ്പോൾ ഇത് നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മതിലിൻ്റെ അടം വരെ വന്നിട്ടുണ്ടായിന്. പിന്നെ റെയിൽ കടന്ന് വരാനൊന്നും അമ്മക്കാവില്ലല്ലോ. അപ്പോൾ അമ്മയും ഏച്ചി പോയി, ഏച്ചിക്ക് എവിടെയോ പോകാനുള്ളതുകൊണ്ട് ഏച്ചി പോയി. അമ്മയും അനുവാണ് നമ്മളെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിന്. അങ്ങനെ അനു കരയാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ നോക്കി നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. കണ്ടിട്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ കരയും. അപ്പോൾ സച്ചുവിന് ഇത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും ഇതാ ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ മുന്നിലിരുന്നു, ഞാനെന്ത് ചെയ്യുമോ. അപ്പോൾ സച്ചുവിനോട് പറഞ്ഞു അതിൻ്റെ ഇടയിൽ വീഡിയോയും എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ. ലെയ്സ്, ദേവ് അതിൻ്റെ ഇടയ്ക്ക് ഇടുന്ന പറയാം. നമ്മൾ ലെയ്സ് വന്നിട്ടുണ്ടായിന്.
പോകുന്ന വഴിയിൽ വണ്ടി നിർത്തിയിട്ട് ഇവർക്ക് ലേസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവൂട്ടിയോട് ഞാൻ ലേസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞുതരാം. ദേവൂട്ടി സമ്മതിച്ചിട്ടുണ്ടായിട്ടില്ല. ദേവൂട്ടി ഒറ്റയ്ക്ക് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചൊരൊറ്റ വലിക്കൽ ആ ലേസ് മൊത്തം കാറിൻ്റെ അകത്ത് ഫുള്ള് തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിന്, ബാക്കി ഫുള്ള് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഇവർ ലേസ് തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നന്ദു ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഗോഷ്ടിയെല്ലാം കാണിച്ചത് ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പരിയാരത്തെത്തി. ഞാൻ പരിയാരത്തെത്തുമ്പോഴേ ഇത് കണ്ട പരിയാര ഹോസ്പിറ്റലിൽ, ഈ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ നന്ദു എപ്പോഴും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അമ്മേനെ പാമ്പ് കടിച്ചേരം കൊണ്ടുവന്ന ആശുപത്രിന്ന്. ആ പേരിലാണ് കേട്ടോ ഇപ്പം അറിയപ്പെടുന്നത്. നന്ദു എപ്പോഴും അങ്ങനെയാണ് പറയുക, എല്ലാവരോടും അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക, അമ്മേനെ പാമ്പ് കടിച്ചേരം കൊണ്ടുവന്ന ആശുപത്രി ആയതെന്ന്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുവാണ്. ഇപ്പോൾ ഫുള്ള് റോഡ് പണി നടക്കുമല്ലേ എല്ലായിടത്തും. രാത്രിയെല്ലാം ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും ഒന്നും മനസ്സിലാവില്ല. നമ്മളന്ന് സ്കൂട്ടി എടുത്തിട്ട് വരുമ്പോഴെല്ലാം ഭയങ്കര വിഷമമായിരുന്നു രാത്രി. പകൽ പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഓരോ സ്ഥലത്തും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറുമ്പം ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പം നമ്മുടെ ദേവൂട്ടി കയറി ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതാ കാറിൽ നിലത്തിരുന്നിട്ടുണ്ട് കേട്ടോ. ഉറങ്ങുമെന്നല്ലേ, എൻ്റെ മടിയിൽ നിന്ന് എണീറ്റിട്ട് അവിടെ താഴെ ഇറങ്ങിയിരുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ എത്തി. നമ്മൾ കുപ്പത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അനിയന് ഇളനീര് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ. അങ്ങനെ ഇതാ പ്രതിയേട്ടൻ ഇളനീര് വാങ്ങാൻ പോയിട്ടുണ്ട്. അങ്ങോട്ട് എത്തുമ്പം കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ കുപ്പത്തുനിന്നേ വാങ്ങിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഒന്നിന് 55 രൂപയാണ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അങ്ങനെ ഇളനീരെല്ലാം വാങ്ങി വന്നു. നമ്മളെ യാത്ര വീണ്ടും തുടർന്നു. പിന്നെ നമ്മൾ എവിടെ നിർത്തിയ കുറുമാത്തൂർ കേട്ടോ. കുറുമാത്തൂർ നമ്മൾ മീൻ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിന്. കുറച്ച് മീനെല്ലാം വാങ്ങിയിട്ട് പോവാം, പിള്ളേരെല്ലാം വന്നില്ലേ. അങ്ങനെ മീനെല്ലാം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. പിള്ളേരെയൊന്നും കൂട്ടിയിട്ടില്ല. ദേവൂട്ടി ഉണ്ട് എന്ന് തോന്നുന്നു, കൂടാ ഓർമ്മയില്ല. ദേവു വന്നിനാ മീൻ വാങ്ങാൻ? ദേവു വന്നിട്ടുണ്ട്. ഉണ്ട് കേട്ടോ, ഇതാ ദേവു ഉണ്ട്. ദേവു ഇല്ലാത്ത പരിപാടിയില്ല. അപ്പോൾ ഒരുപാട് മീനുണ്ടായിനെ. മീൻ തൊട്ടിനല്ലേ. അപ്പം കണ്ണ മത്തിയുണ്ട്, അയിലുണ്ട്, ചെമ്മീനുണ്ട്, പുയ്യാപ്പിളയുണ്ട്. പിന്നെന്താ ചോന മീൻ എന്താകുമ്പോൾ പറയാ, ഒതളയാ? അതല്ല, അത് മറ്റേത് ഒതളാണോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുക. അപ്പം ഇങ്ങനെ മീനിൻ്റെ വിലയെല്ലാം ചോദിച്ചോണ്ട്, ഇതാണ് നമ്മുടെ നാട്ടിലെ പുയ്യാപ്പിള എന്ന് പറയുന്ന മീൻ കേട്ടാ. ചില സ്ഥലത്ത് കിളിമീൻ അങ്ങനെയെല്ലാം പറയും. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന മീൻ എന്താണെന്ന് എനിക്കറിയില്ല. ഈ ചോന കളറിൽ കാണുന്നത് ഒതളാന്നാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ശരിക്കറിയില്ല. അപ്പോൾ നമ്മൾ വാങ്ങിയത് അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയില വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഒരു വേറെ എന്തോ ഒരു മീനും കൂടി ഉണ്ടായിരുന്നു. ആ സൈഡിൽ നീളത്തിൽ കാണുന്ന മീനൊക്കെ ഉണ്ടാ, ആ മീനാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അത് അവരവിടുന്ന് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് പണി എളുപ്പമാണല്ലോ. വീട്ടിൽ പോയിട്ട് കഴുകി വൃത്തിയാക്കി കറി വെക്കുകയോ അല്ലെങ്കിൽ വറുക്കുകയോ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ആ ഒരു മീനും പിന്നെ അയിലയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ സ്റ്റാർലൈറ്റ് തട്ടുകടയിലേക്കാണ് കേട്ടോ. കുറുമാത്തൂർ സ്റ്റാർലൈറ്റ് തട്ടുകട. നമ്മൾ മിക്കവാറും തട്ടുകടയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ സ്റ്റാർലൈറ്റ് തന്നെയാണ് പോലെ. ഇവിടുത്തെ അപ്പം മിക്സെല്ലാം നല്ല സൂപ്പറാണ് കേട്ടോ. പിന്നെന്തായാലും അപ്പം മിക്സ് ഒന്നും കഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചായ കുടിച്ച് എന്തെങ്കിലും ഒരു കടിയും വാങ്ങി തിന്നാന്നില്ലയിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഏകദേശം ഒരു 4:45 5 മണി ആവാനായിട്ടുണ്ടായിനി. അപ്പം എന്തായാലും ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് പുറത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഫുഡെല്ലാം കഴിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആക്കി വെക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ്. അപ്പോൾ എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചു തരാം. എല്ലാവർക്കും ഒരേ ഒരു സാധനം മതി കേട്ടോ. അപ്പോൾ ഇതവിടെ കണ്ടിട്ട് അതിൻ്റെ പേരെന്താ, എന്തോ ബ്രെഡ് ഷവർമയോ പോക്കറ്റ് ഷവർമയോ അങ്ങനെ എന്തോ സംഭവമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് കുറച്ച് ചിക്കൻ, പേരിന് ലെസ് ചിക്കൻ, മറ്റേ വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവം വെച്ചിട്ട് ഒരു ഷവർമ പോലത്തെ ഒരു സംഭവം. പ്രതിയാടം വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. പ്രതിയാടം ഇങ്ങനെ ഈ വൈകുന്നേരം കടി തിന്നുന്നേ അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിനെ. അങ്ങനെ ആ ദേവൂട്ടി ഇത് തന്നെയാണ്. ദേവൂട്ടിയെല്ലാം വീട്ടിലിട്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. എവിടെ ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് അതുപോലെ വണ്ടിയിൽ കയറ്റിയിട്ട് വന്നതാണ്. അങ്ങനെ എല്ലാവരും കഴിച്ചു. നമ്മളെ ഇതൂട്ടനും സാർത്തൂനും ഉള്ളത് പാഴ്സലും വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു മിനറൽ വാട്ടർ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ വെള്ളമെല്ലാം കുടിച്ചിട്ട് നമ്മളിതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കുടുംബശ്രീക്ക് ഇറങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ ഇവർ നേരെ വീട്ടിലേക്ക് വന്നു. നമ്മളെ ഇതൂട്ടനും സാർത്തോട്ടനും ഇവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും കണ്ട സന്തോഷത്തിലാണ്. പിന്നെ എല്ലാവരും വേഗം കുളിയെല്ലാം കഴിഞ്ഞു. നമ്മളെ പിന്നെ മടപ്പുരക്കിൽ പൈൻകുറ്റി ഉണ്ടായിനെ, ഹൻഷേൻ്റെ വകയായിരുന്നു പൈൻകുറ്റി. അങ്ങനെ നമ്മൾ പൈൻകുറ്റിക്ക് പോയി വേഗം എല്ലാവരും കുളിച്ചിട്ട് പോകുകയെന്നിട്ട് ചെയ്തത്. പിന്നെ പൈൻകുറ്റിയെല്ലാം കഴിഞ്ഞ് നടന്ന് പ്രസാദമെല്ലാം വാങ്ങി പ്രസാദമെല്ലാം കഴിച്ചിട്ട്
പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. വന്നിട്ട് പിന്നെ എനിക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു. രാത്രിക്കത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കണ്ടേ, അങ്ങനെ ഒരുപാട് പണികളുണ്ടായിരുന്നു. അപ്പോൾ വന്നപാട് സച്ചുവിന് കുറച്ചൊരു വിഷമമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ഇവിടെ വന്നിട്ടും കുറച്ച് നേരം ഇരുന്ന് കരയുന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം അവർ ഇവിടെ നിന്നിട്ടാണ് തിരിച്ചു പോയത്. മറ്റേ ഉണ്ണിക്കുട്ടനൊന്നും പിന്നെ പ്രശ്നമില്ല, ഓനെല്ലാം എവിടെയും അഡ്ജസ്റ്റ് ചെയ്ത് ഹാപ്പിയായി പോവും. അപ്പോൾ സച്ചുവിന് അനുവില്ലാത്തതിൻ്റെ ഒരു സങ്കടമായിരുന്നു. പിന്നെ ഓക്കെ ആയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ പ്രസാദമെല്ലാം കഴിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക.